നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളുടെ വിവാഹം ഗംഭീരമാക്കണം എനിക്ക്. എന്റെ മക്കളിൽ ഏറ്റവും ഇളയവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അവസാനത്തെ വിവാഹം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതെ, ഇവളുടെ വിവാഹം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. ഒരാഘോഷവും ഒഴിവാക്കണ്ട. മൈലാഞ്ചി കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സിന്റെയും നല്ലൊരു വീഡിയോ ചെയ്തു തരണം കേട്ടോ. അതിനെന്താ മാഡം, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം. അതുപോലെ തന്നെ വേണം. ഇവളുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്തു കൊടുത്തേക്ക്. സച്ചി, ഇത് ധനുഷ് പറഞ്ഞു വിട്ട ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരാ. ഇവിടെ വെച്ച് ധനുഷിന്റെ ഇവളുടെയും കുറച്ച് സ്റ്റിൽസ് എടുക്കാനായിട്ട് വന്നതാ ഇവര്. ഇത് സ്നേഹയുടെ രണ്ടാമത്തെ ഏട്ടനാ. ഇത് മൂത്ത ഏട്ടൻ നന്ദൻ. ഇനി ഒരു ഏട്ടൻ കൂടിയുണ്ട്, ആളിപ്പോ ഇവിടെ ഇല്ല. ഓ, സിസ്റ്ററിന്റെ മാരേജിനെ പറ്റി നന്ദ സാർ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സാറിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. സാധാരണ നേരെ തിരിച്ചാ. കല്യാണപ്പെണ്ണിന് 2-3 ഏട്ടന്മാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പാട്ടും ഡാൻസും ഒരുക്കലും അങ്ങനെ എന്തെല്ലാം. ആ, പെണ്ണിന് 2-3 ഏട്ടന്മാരുണ്ടെങ്കിലും മൂത്ത ഏട്ടൻ പറയുന്നത് ഇവിടെ നടക്കൂ. പിന്നെ പറഞ്ഞ് നാണം കിടന്ന എന്തിന്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായം വേണ്ടത്? അത് അവിടെ ചോദിച്ചാൽ മതി. എനിക്ക് ഏട്ടന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. തീരുമാനം മുഴുവൻ അവിടുത്തെയാ. പിന്നെ ഒരു അഭിപ്രായം പറയാം. ഫോട്ടോ ഇപ്പൊ എടുക്കാതിരിക്കുന്നേ നല്ലത്. ആദ്യം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി. ഏട്ടനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സച്ചേട്ടാ, സച്ചേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അച്ഛനടക്കം എല്ലാവരും ഇരിക്കുന്നിടത്ത് പുറത്തുനിന്നും കൂടി ആളുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് സച്ചേട്ടൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അതിന് മാത്രം ഞാൻ എന്തു പറഞ്ഞു? എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ഏട്ടനെന്ന നിലയ്ക്കുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, എന്നിട്ട് ഇറങ്ങിപ്പോന്ന എന്തിനാ? അവരൊക്കെ എന്ത് കരുതി കാണും? ആരെന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. അങ്ങനെ നോക്കി നോക്കിയാ കാര്യങ്ങൾ ഇതുവരെ ആയത്. പറയാനുള്ളതൊക്കെ അപ്പൊ തന്നെ പറയണമെന്നാ എന്റെ തീരുമാനം. അത് തന്നെ ശരിയും. എല്ലാം പോട്ടെ, സച്ചേട്ടനകത്തേക്ക് വാ. അഭിപ്രായം ഒന്നും പറയണ്ട, അവര് പറയുന്നൊക്കെ കേട്ടെന്നാ മാത്രം മതി. സച്ചേട്ടനായിട്ട് ഒന്നിൽ നിന്ന് മാറി നിന്നൊന്നും വേണ്ട. ഞാനേ എങ്ങോട്ടും വരുന്നില്ല. ഒരിക്കലും നടക്കാത്തൊരു കല്യാണത്തിന് പന്തലിടാനും കുറിയടിക്കാനും ഞാനിതിന് സമയം കളയണം. അങ്ങനെയുള്ള നിലവാരമില്ലാത്ത ചർച്ചകളിൽ പങ്കെടുത്ത് സമയവും എനർജിയും വേസ്റ്റ് ആക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേറെ പണിയുണ്ട്. സച്ചേട്ട,
എന്തായി സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും ഒക്കെ? ഞാൻ കുറച്ചുനേരം നോക്കിയിരുന്നു. ആ സ്നേഹയുടെ ജാട ചില്ലറയൊന്നും അല്ല. ഒരു നശിച്ച ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളുടെ എല്ലാ ജാടയും അവൾക്കുണ്ട്. അപ്പോഴേ സച്ചിയേട്ടന്റെ കൂടെ നമുക്ക് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കുറെ ദിവസം കഴിയുമ്പോ ഈ ഫോട്ടോയിൽ മാത്രമേ ധനുഷ് കാണൂ. സ്നേഹയ്ക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടാത്ത ഫോട്ടോ ആയിരിക്കും അതൊക്കെ. ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. മുഖലക്ഷണം കണ്ടിട്ട് ചേച്ചിക്ക് ഇത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നമുക്കും പോയി നോക്കാം. മതി സാർ, ബാക്കിയൊക്കെ നമുക്ക് ബീച്ചിലും മറ്റു സ്ഥലങ്ങളിലുമായി എടുക്കാം. എല്ലാം എടുത്തു കഴിഞ്ഞോ? ആവശ്യത്തിനുള്ളത് എടുത്തു മാഡം. അത് പോരാ. ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ചുകൂടി എടുക്കണം. തോളിൽ കൈയിടുന്ന പഴഞ്ച പോസൊക്കെ മാറ്റി കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എടുക്കുക. മാഡത്തിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഉണ്ടോന്നോ? ഞാൻ പറഞ്ഞുതരാം. വാ വാ, ഇവിടെ നിൽക്കി. വാ നിൽക്കേ. ദേ ഈ കൈയെടുത്ത് അങ്ങോട്ട് നന്നായിട്ട് വേണ്ടി. ഇനി സ്നേഹം ഫ്രണ്ട് നിൽക്ക്. അങ്ങോട്ട് നിൽക്കേ. നന്നായിട്ട് കൂടെ ചേർത്ത് പിടിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.